ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായനാഭാഗം സംഖ്യാപുസ്തകം 34 മുതൽ 36 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി സംഖ്യാപുസ്തകം 35 അധ്യായം 10-11 വാക്യങ്ങൾ. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ, നിങ്ങൾ യോർദാൻ കടന്ന് കനാൻ ദേശത്ത് എത്തിയ ശേഷം ചില പട്ടണങ്ങൾ സങ്കേത നഗരങ്ങളായി വേർതിരിക്കണം. അബദ്ധവശാൽ ഒരുത്തനെ കൊന്നുപോയവൻ അവിടേക്ക് ഓടിപ്പോകണം. ഇസ്രായേൽ ജനത വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവം അവർക്ക് നൽകുന്ന അതിർത്തി നിയമങ്ങളും ഉത്തരവാദിത്തങ്ങളുമാണ് ഇന്നത്തെ വായന ഭാഗത്ത് നാം കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ നാളുകൾ എവിടെ വരെയാണ്? എന്നതിനെക്കുറിച്ചുള്ള നിന്റെ ഹിതം എന്താണ്? ഏതൊക്കെ മേഖലകളിലൂടെയാണ് ഞാൻ സഞ്ചരിക്കേണ്ടത് എന്നൊക്കെ. കഴിഞ്ഞ ചില ദിവസങ്ങളായി സംഖ്യാപുസ്തകത്തിൽ നിന്നും നാം പഠിച്ചുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. ഇസ്രായേൽ മക്കൾക്ക് സ്ഥലം, അതിർത്തി, അവകാശങ്ങൾ, അവരുടെ ക്രമങ്ങളെല്ലാം ദൈവം വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഭാഗത്തു നിന്നും തൻ്റെ ജനതയോടുള്ള പ്രത്യേക കരുതലിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, അതിർത്തികൾ നിശ്ചയിച്ച് നൽകുന്ന ദൈവം. ഇന്നത്തെ ലോകം നമുക്ക് കാണിച്ചു തരുന്നത് പരിധികളില്ലാത്ത സ്വാതന്ത്ര്യത്തെയാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, പരിധികളോട് കൂടിയ ജീവിതമാണ് യഥാർത്ഥ സുരക്ഷയും അനുഗ്രഹവും നൽകുന്നത് എന്ന്. ക്രിസ്തുവിനോട് നാം ചേർന്നിരിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. നാം നമ്മുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നവനല്ല, എന്നാൽ നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്നതിനായി അതിർത്തികൾ നിശ്ചയിക്കുന്നവനാണ്. ഇവിടെ കനാൻ ദേശത്തിൻ്റെ അതിർത്തികൾ വളരെ വ്യക്തമായി അവരെ അറിയിക്കുന്നുണ്ട്. ഇത് വളരെ കൃത്യമായ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. അതിനാൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് അതിർത്തിയുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. മാത്രമല്ല, ദൈവിക സ്വാതന്ത്ര്യത്തിൽ നിന്നും നാം അകന്നു പോയാൽ നാം അസ്വാതന്ത്ര്യത്തിലേക്ക് പോകും എന്നോർക്കുക. അതിനാൽ ദൈവം നമുക്ക് കൽപ്പിച്ചിട്ടുള്ള അതിർത്തികൾ ലംഘിക്കാതിരിക്കുവാനും അതിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നവരായി തീരുവാനും നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട്, സങ്കേതം ഒരുക്കുന്ന ദൈവം. ലേവ്യർക്കായി ദൈവം പട്ടണങ്ങളും സങ്കേത നഗരങ്ങളും കൽപ്പിച്ചു നൽകുന്നതായി സംഖ്യാപുസ്തകം 35 അധ്യായത്തിൽ കാണുന്നു. സങ്കേത നഗരങ്ങൾ ദൈവത്തിൻ്റെ കരുണയെ ഓർമ്മിപ്പിക്കുന്നതാണ്. കാരണം ഓരോ വ്യക്തിയുടെയും ജീവൻ ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. നിരപരാധികൾക്ക് സുരക്ഷ ലഭിക്കുന്നതാണ് ഈ ഇടങ്ങൾ. കുറ്റം മറയ്ക്കുന്ന ഇടമല്ല ഇത്. പിന്നെയോ ന്യായവിധി നടക്കുന്നത് വരെ സംരക്ഷണം ലഭിക്കുന്ന ഇടമാണ് സങ്കേത നഗരങ്ങൾ. 6 സങ്കേത നഗരങ്ങളാണ് ഇത്തരത്തിൽ ദൈവം കൽപ്പിച്ചു നൽകുന്നത്. ദൈവസന്നിധിയിൽ പരദേശിക്കും സ്വദേശിക്കുമെല്ലാം ഒരേ നിയമം ആണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ജാതിയോ സ്ഥാനമോ സമ്പത്തോ ഒന്നും ദൈവസന്നിധിയിൽ വിലപ്പെട്ടതല്ല. ഏവർക്കും രക്ഷ ഒരുക്കുന്നവനാണ് ദൈവം. ഏവരുടെയും നീതിയെ സംരക്ഷിക്കുന്നവനാണ് ദൈവം. അവൻ കരുണയിൽ സമ്പന്നനുമാണ്. അങ്ങനെയെങ്കിൽ ദൈവം നമുക്കായി ഒരുക്കിയ സങ്കേതമായ ക്രിസ്തുവിനെ പിന്തുടർന്ന് നമ്മുടെ വിശ്വാസയാത്ര മുന്നോട്ട് നയിക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സങ്കേതമായ പ്രിയ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നിട്ടുള്ള അതിർത്തിക്കുള്ളിൽ അങ്ങയുമായുള്ള സ്വാതന്ത്ര്യത്തിൽ ജീവിപ്പാനും അങ്ങയിൽ അഭയം കണ്ടെത്തുവാനും ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ.